സ്റ്റാർട്ടപ്പിന്റെ പേരും കണ്ടുപിടിച്ചു, ലോഗോയും ചെയ്തു, എന്നിട്ട് ട്രേഡ് മാർക്ക് എടുത്തില്ലേ? ഹായ് ഗൈസ്, ഞാൻ സച്ചിൻ. നോളജ് എന്നാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് നിന്ന് ഫിക്സ് ആയപ്പോൾ തന്നെ അവിനാഷ് സാർ ആദ്യം ചെയ്ത് ട്രേഡ് മാർക്കിന് ആപ്ലിക്കേഷൻ കൊടുക്കാന്നുള്ളതാണ്. 6 മാസം മുതൽ 18 മാസം വരെ നീണ്ടു പോകാവുന്ന ഒരു പ്രോസസ്സാണ് ട്രേഡ് മാർക്കിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. 4000 മുതൽ 6000 രൂപ വരെയാണ് ഇതിന് കോസ്റ്റ് വരെ ട്രേഡ് മാർക്ക് എടുക്കുന്നില്ലേ. പക്ഷെ ഞങ്ങൾ 9000 രൂപയ്ക്കാണ് ഞങ്ങൾ ട്രേഡ് മാർക്ക് എടുക്കാൻ കൊടുത്തേക്കുന്നത്. 9000 രൂപ ഞങ്ങൾക്ക് ചെലവാനുള്ള കാരണം ഞങ്ങളൊരു ഏജൻസി ത്രൂ ആണ് ഇതെല്ലാം ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം അവരാണ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഒബ്ജക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്ന് ഇനി ഹിയറിംഗിനും എല്ലാം ചെല്ലേണ്ടി വന്നാൽ അവർ അത് അറ്റൻഡ് ചെയ്തോളും. ഒരു ബ്രാൻഡിന്റെ ഏറ്റവും വലിയ അസറ്റാണ് അതിന്റെ ബ്രാൻഡ് ലോഗോ, ബ്രാൻഡ് നെയിം, പിന്നെ അതിന്റെ ഡിസൈൻ. ഇതെല്ലാം സംരക്ഷിക്കുകയാണ് നമ്മൾ ട്രേഡ് മാർക്ക് എടുക്കുന്നതിലൂടെ ചെയ്യുന്നത്. ട്രേഡ് മാർക്ക് എടുക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രാൻഡ് ലോഗോയും ബ്രാൻഡ് നെയിമും യൂണീക്ക് ആണോ എന്ന് നോക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ IP India എന്നുള്ള സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ നേരത്ത് നമ്മുടെ ബ്രാൻഡിന്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ട്രേഡ് മാർക്ക് ഫയൽ ചെയ്യേണ്ട ക്ലാസ്, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പ്രോപ്പർ ആയിട്ടാണോ കൊടുത്തേക്കുന്നത് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ട്രേഡ് മാർക്കിന് കൊടുത്തിട്ട് 8 മാസത്തോളമായി. ഈ കാലയളവിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യണം. എന്തെങ്കിലും ഒബ്ജക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ നമ്മൾ കൊടുക്കണം. നമ്മൾ പ്രോപ്പർ റിപ്ലൈ അല്ലേ കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്ട് ആവാൻ വരെ ചാൻസ് ഉണ്ട്. നോളജ് എന്നുള്ള പേര്, നോളജ് എന്നുള്ള ഈ ഡിസൈൻ ഞങ്ങളുടെ മാത്രമാണ് ഇനി. അപ്പൊ എങ്ങനെയാ ഫോളോ ചെയ്ത് കൂടെ അല്ലേ? ബാക്കി വിശേഷങ്ങളായി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.